ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ അത് കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ അയ്യപ്പ ഭക്തർക്ക് വലിയ ഞെട്ടലുണ്ടാകും. അതിൻ്റെ കുറേ കണക്കുകളുമൊക്കെയാണ്. ശബരിമല സന്നിധാനത്ത് ഈ UB ഗ്രൂപ്പ് 98-ൽ സ്വർണം പൊതിഞ്ഞതിൻ്റെ മുഴുവൻ രേഖകളും ദേവസ്വം വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട്. അതായത് ശബരിമല ശ്രീകോവിലെ ലോഹപാളികളിൽ UB ഗ്രൂപ്പ് 98-ൽ പരമ്പരാഗത രീതിയിൽ സ്വർണ്ണപ്പാളികൾ പതിച്ചതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ശബരിമല മരാമത്ത് ഓഫീസിൽ നിന്ന് ലഭിച്ചത് പരിശോധിച്ചതിൽ ശബരിമല ശ്രീകോവിലിൽ പരമ്പരാഗത രീതിയിൽ സ്വർണം പൊതിയുന്നതിന് 16/4/98-ൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി പ്രോജക്ട് ചീഫ് എഞ്ചിനീയർ രവികുമാറും UB ഗ്രൂപ്പിന് വേണ്ടി എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് AK രവി നെടുങ്ങാടിയും തമ്മിൽ എഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. ആ എഗ്രിമെന്റ് പ്രകാരം ശ്രീകോവിലിന്റെ റൂഫ് 22 ഗേജ് തകിടുകളിൽ 24 ക്യാരറ്റ് സ്വർണ്ണ തകിടുകൾ പൊതിയുന്നതിനും കൂടാതെ നിലവിലെ 3 താഴിക കുടങ്ങളും ഇന്നർ ബ്രാസ് ഷീറ്റുകളും ശ്രീകോവിലിന്റെ മുൻവശത്തെ ഹുണ്ടി എന്നിവ സ്വർണം പൊതിയുന്നതാണ്. ഈ ജോലിക്ക് UB ഗ്രൂപ്പ് ചുമതലപ്പെടുത്തിയത് ശ്രീ J നാഗരാജൻ, JNR ജ്വല്ലറി, ടെമ്പിൾ നീഡ്സ്, 10th നോർത്ത് നട സ്ട്രീറ്റ്, മൈലാപ്പൂർ, ചെന്നൈ എന്ന വ്യക്തിയാണ്. അവരുടെ കൊട്ടേഷൻ പ്രകാരം 27 കിലോ 852 ഗ്രാം 800 മില്ലിഗ്രാം റൂഫിനും അങ്ങനെ കുറേ കണക്കുകളുണ്ട്. അതിൽ ആ കണക്കുകളൊക്കെ എല്ലാം ശേഷം ഈ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് മുഴുവൻ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഇതുവരെ നമ്മളുടെ ശ്രദ്ധയിൽ പതിഞ്ഞിട്ടില്ലാത്ത ഒരു വലിയ കൊള്ള കൂടി നടന്നിരിക്കുന്നു ദിവിഷ്. അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ മാത്രമല്ല, ശബരിമല സന്നിധാനത്തിന്റെ ശ്രീകോവിലിന്റെ തെക്കും വടക്കും ഭാഗത്തുള്ള ഭിത്തികളിലെ പാളികൾ കൂടി കൊണ്ടുപോയിരിക്കുന്നു. അതുകൂടി ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് മേൽപ്പറഞ്ഞ രേഖയിൽ നിന്ന് ദ്വാരപാലക ശില്പത്തിലെ ചെമ്പ് തകടുകളിൽ 1564.190 ഗ്രാം സ്വർണം പതിപ്പിച്ചതായി കാണുന്നു. കൂടാതെ ദ സൈഡ് ബീഡിങ്സ് ആൻഡ് പില്ലേഴ്സ് അറൌണ്ട് ശ്രീകോവിൽ ഭാഗത്ത് 4302.66 ഗ്രാം സ്വർണവും പൊതിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുപാളികളിലും ശ്രീകോവിലിന്റെ തെക്ക് വടക്ക് മൂലകളിൽ ഘടിപ്പിച്ചിട്ടുള്ള തകിടുകളിലും സ്വർണം പൊതിഞ്ഞിരുന്നു എന്നും വ്യക്തമാണ്. അപ്പോൾ ശ്രീകോവിലിന്റെ 2 ഭാഗത്തും ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്. 19/7/2019 മഹസർ പ്രകാരം ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളും 20/7/2019 മഹസർ പ്രകാരം ശ്രീകോവിലിന്റെ തെക്ക് വടക്ക് മൂലകളിൽ ഘടിപ്പിച്ചിട്ടുള്ള 4 ലോഹപാളികളും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. അനക്സർ 3-4 ഈ രേഖ പ്രകാരം 8 പില്ലേഴ്സിലും ശ്രീകോവിലിന്റെ ചുറ്റുമുള്ള സൈഡ് ബീഡിങ്സിലുമായി 4302.66 കിലോഗ്രാം സ്വർണ്ണത്തവിടുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ട ഈ 4 തകിടുകളിൽ കുറഞ്ഞത് 500, അതായത് ദ്വാരപാലക ശില്പങ്ങൾ കൂടാതെ ഈ കൊടുത്തുവിട്ട 4 തകിടുകൾ, ആ തകിടുകളിൽ 500 ഗ്രാം സ്വർണ്ണമെങ്കിലും ഉണ്ടാകേണ്ടതാണ് എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. അത് ദ്വാരപാലക ശില്പങ്ങളിലെ ശ്രീകോവിലിലെ തെക്ക് വടക്ക് മൂലകളിലെയും ഈ തകിടുകൾ മൊത്തം 2064 കിലോഗ്രാം സ്വർണ്ണമുണ്ടായിരുന്നു എന്ന് കാണുന്നു. അതൊക്കെ അതിനുശേഷം ഇവരുടെ മുഴുവൻ ഇതിനകത്ത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി, ഇത് കൊടുത്തുവിടാൻ വേണ്ടി ഈ മുരാരി ബാബുവും സുധീഷ് കുമാറും ചേർന്ന് വലിയ തോതിലുള്ള ഇടപാടുകൾ, രേഖകളിൽ കൃത്രിമത്വം വരുത്തി എന്ന് ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ചെമ്പ് തകിടുകളിൽ സ്വർണം പതിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ ദ്വാരപാലക ശില്പങ്ങളുടെ തെക്കും വടക്കും മൂലകൾ പതിഞ്ഞിട്ടുള്ളത് സ്വർണം പതിപ്പിച്ച ചെമ്പ് തകിടുകളാണെന്നും ബോധ്യമുള്ള ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഇപ്രകാരം തെറ്റായി മഹസറിൽ എഴുതിയത് ബോധപൂർവവും ചെമ്പ് തകിടുകളിലെ സ്വർണം സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്രകാരം ഇളക്കിയെടുത്ത് ഈ ലോഹപാളികളെല്ലാം കൊണ്ടുപോയി. ഇനി ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോയത്, അതിൻ്റെ റൂട്ട് ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചിട്ടുണ്ട്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് എടുത്തതിന് ശേഷം അത് കൊണ്ടുപോയത് എങ്ങോട്ടാണ് എന്ന് ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് ബാംഗ്ലൂരിലേക്കാണ്. അതിന് മുൻപ് ഈ തന്ത്രി കണ്ഠര് രാജീവരുടെ ഇതിലൊരു തടസ്സരായി ഒപ്പിട്ടിട്ടുണ്ട് മഹസറിൽ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേരെഴുതിയെങ്കിലും ഒപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല പിന്നിലുള്ള മഹസറിൽ. അപ്പോൾ അദ്ദേഹത്തെ അറിയിക്കാതാണ് ഈ പരിപാടികളെല്ലാം ഇവർ ചെയ്തതെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. അതിനുശേഷം 19/7/2019 മഹസർ പ്രകാരം ഇളക്കിയെടുത്ത ദ്വാരപാലക ശില്പങ്ങളിലെ 12 ഭാഗങ്ങളുടെ തൂക്കം 25,400 ഗ്രാമാണ്. ഇളക്കിയെടുത്ത ശ്രീകോവിലിന്റെ തെക്കും വടക്കും പൊതിഞ്ഞിട്ടുള്ള തകിടുകളിൽ 17,400 ഗ്രാം ആകുമ്പോൾ ആ കണക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആകും. പക്ഷേ ഇളക്കിയെടുത്ത ലോഹഭാഗങ്ങൾ ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് ശ്രീ അനന്ത സുബ്രഹ്മണ്യൻ നേരെ ബാംഗ്ലൂർക്കാണ് കൊണ്ടുപോയത്. ഏതാനും ദിവസം ടിയാന്റെ വീട്ടിൽ വെച്ചു, ബാംഗ്ലൂരിൽ ആരുടെ, അനന്ത സുബ്രഹ്മണ്യത്തിന്റെ വീട്ടിൽ വെച്ചു. അപ്പോൾ അയ്യപ്പ ഭക്തർക്ക് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം 2019 ശബരിമല സന്നിധാനത്ത് നിന്ന് ഈ തങ്കത്തിൽ പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതെങ്ങോട്ടാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നതിന് മുമ്പ് എങ്ങോട്ടൊക്കെയാണ് പോയതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല കൈ വാങ്ങുന്നത്, അത് അദ്ദേഹത്തിന്റെ സുഹൃത്തായ അനന്ത സുബ്രഹ്മണ്യനാണ്. അയാൾ അത് നേരെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നു. ബാംഗ്ലൂരിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഏതാനും ദിവസം വെക്കുന്നു. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ പ്രകാരം അറ്റകുറ്റപ്പണി നടത്തണമെന്ന പേരിൽ
അറ്റകുറ്റപ്പണി നടത്താൻ ദേവസ്വം ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാനാണ്. പക്ഷേ അത് നേരെ കൊണ്ടുപോയത് ഹൈദരാബാദിലേക്കാണ്. അവിടെ ചെമ്പ്, സ്വർണം എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന നാഗേഷ് എന്നയാളുടെ സ്ഥാപനത്തിലേക്കാണ്. അങ്ങനെ നാഗേഷിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ടോ? ഇല്ല. നാഗേഷ് എന്നയാളുടെ സ്ഥാപനത്തിൽ എത്തിച്ച ശേഷം അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട്. അത് അവിടെ നിന്നും നാഗേഷ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും സ്വർണം പൂശാനെ എത്തിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കൃത്യമാണ്. ദിവിഷേ, ശബരിമല സന്നിധാനത്ത് നിന്ന് 2019 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ഒറിജിനൽ തങ്കത്തിൽ പൊതിഞ്ഞ ഉരുപ്പടി, ആ ദ്വാരപാലക ശില്പങ്ങളിലെ കവചം, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യൻ ഏറ്റുവാങ്ങുന്നു. അയാൾ നേരെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ബാംഗ്ലൂരിൽ നിന്ന് ഇത് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നു. ഹൈദരാബാദിൽ അവിടെ നാഗേഷ് ഇത് വാങ്ങാനായി കാത്തിരിക്കുകയാണ്. പിന്നെ അനന്ത സുബ്രഹ്മണ്യം ഇല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇല്ല, നാഗേഷാണ് ഇത് നേരെ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് 39 ദിവസത്തിന് എത്തുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ദിവിഷേ, നാഗേഷ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ മോൾഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതിൻ്റെ ചെമ്പ് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ ഫോട്ടോ കോപ്പി എടുക്കുന്ന പോലെ ഇത് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഹൈദരാബാദിൽ കൊണ്ടുപോയി ഈ ഒറിജിനൽ കവചത്തിൻ്റെ ചെമ്പുപാളി ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ നാഗേഷ് ആ ഒറിജിനലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ആ ചെമ്പുപാളിയുമായിട്ടാണ് നേരെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പോയി അവിടെ വെച്ച് സ്വർണ്ണം പൂശുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ തൂക്കമൊക്കെ ഇത്രയും കുറഞ്ഞത്. അപ്പോൾ ഒറിജിനൽ എവിടെ? നാഗേഷിന്റെ പക്കൽ ഉള്ള ഒറിജിനൽ എവിടെ? നാഗേഷ് അത് എന്ത് ചെയ്തു? അതെ, ഈ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ട് ഇത് അനന്ത സുബ്രഹ്മണ്യം നേരെ ഹൈദരാബാദിലെ നാഗേഷിനാണ് കൊടുക്കുന്നത്. നാഗേഷിന്റെ പക്കൽ നിന്ന് നാഗേഷാണ് ദിവസങ്ങൾക്ക് ശേഷം ഇത് സ്മാർട്ട് ക്രിയേഷൻസ് എത്തുന്നത്. അപ്പോൾ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഈ ഒറിജിനൽ കവചത്തിന്റെ പകർപ്പ് എടുത്തിട്ട് അതിന്റെ ചെമ്പുപാളി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ആ ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പുപാളിയാണ് 39 ദിവസത്തിന് ശേഷം നാഗേഷ് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചിട്ട് പിന്നീട് അത് സ്വർണ്ണം പൂശി ശബരിമലയിൽ എത്തിച്ചത്. അപ്പോൾ നാഗേഷിന് അറിയാം ഇതിന്റെ ഒറിജിനൽ എവിടെ ഉണ്ടെന്ന്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തു കൊടുത്ത ഒറിജിനൽ എവിടെ ഉണ്ടെന്ന് നാഗേഷിന് അറിയാം. അപ്പോൾ നമ്മൾ സംശയിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നു. ഈ ഒറിജിനൽ ഏതോ കോടീശ്വരന് മറിച്ചു കൊടുത്തിട്ടുണ്ടാകാം. ഒരു പക്ഷേ അതിവർക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള സാഹചര്യത്തിലായിരിക്കും അതിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് സ്വന്തം നിലയ്ക്ക് ഞങ്ങൾ ഒരുക്കിയെന്ന് ഏറ്റെടുക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്മാർട്ട് ക്രിയേഷൻസിന് തരമില്ല എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. 39 ദിവസം ഇത് നാഗേഷിന്റെ കസ്റ്റഡിയിലായിരുന്നു. കാരണം 29/8/2019 ഓഗസ്റ്റ് 29-നാണ് ഇത് സ്വർണം പൂശുന്നത്. ആ ദിവസത്തിന് മുൻപ് ഈ സ്മാർട്ട് ക്രിയേഷനിൽ ഈ ദ്വാരപാലക ശില്പത്തിന്റെ പാളി എത്തിച്ചതിന്റെ ഒരു രേഖയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലോ സ്മാർട്ട് ക്രിയേഷനിലോ ഇല്ല. അപ്പോൾ നാഗേഷിന്റെ 39 ദിവസം സിമ്പിൾ പുതിയ മോൾഡ് ഉണ്ടാക്കി അതിന്റെ കോപ്പർ പ്ലേറ്റ് ഉണ്ടാക്കുക. അപ്പോൾ അതേപോലെ ഇരിക്കും ഏതാ സന്നിധാനത്ത്. പക്ഷെ നമ്മൾ ആ ചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം 2019 മെയ് മാസം വരെ ജൂൺ മാസം വരെയും നല്ല തങ്കത്തിളക്കത്തിൽ നിന്ന കവചങ്ങൾ പിന്നീട് കൊണ്ടുവരുമ്പോൾ അത് സ്വർണ്ണം. വാതിൽപ്പാളിയുമായി ബന്ധപ്പെട്ട ആ ശില്പി പറഞ്ഞതും നമ്മുടെ പ്രതികരണങ്ങളുണ്ട്. കാരണം അവർ അതിന്റെ ഈ തടി കൊണ്ടുള്ള നിർമ്മാണമേ ഉള്ളൂ, ബാക്കി ചെമ്പ് കൊണ്ടുള്ള നിർമ്മാണമൊക്കെ ഹൈദരാബാദിലാണ്. അപ്പോൾ ഹൈദരാബാദാണ് ഈ ചെമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ദ്വാരപാലക ശില്പത്തിന്റെ കവചമാണെങ്കിലും വാതിൽപ്പാളിയുടെ കവചമാണെങ്കിലും എല്ലാം ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ്. ഒരുപക്ഷെ ഈ നാഗേഷിന്റെ ഒക്കെ പ്ലാന്റിൽ തന്നെയാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, അതോ ഇവരുടെ വലയത്തിലുള്ള മറ്റാളുകളാണോ? ഹൈദരാബാദാണ് ഇതിന്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറുന്നത്. അവിടെ നിന്നുമാകാം ഇത് ചിലപ്പോൾ ഇതിന്റെ ഒറിജിനൽ അല്ലെങ്കിൽ അയ്യപ്പ സന്നിധിയിൽ കാലങ്ങളോളം ഇരുന്ന ഈ ദ്വാരപാലക കവചങ്ങളുടെ ഒറിജിനൽ പലയിടത്തും പോയത്. പക്ഷേ ഇത് ഇനിയുമുണ്ട് കഥ. അതായത് ഈ 2019 ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പിനകത്ത് അല്ലെങ്കിൽ നാഗേഷ് കൊണ്ടുവന്ന ചെമ്പുപാളിയിൽ സ്വർണം പൂശിയല്ലോ. സ്വർണം പൂശിയ ശേഷം അത് അവിടെ ഇട്ടിട്ട് അതിന് നോക്കി നിന്ന ദേവസ്വം ഉദ്യോഗസ്ഥർ രാധാകൃഷ്ണൻ കഴിഞ്ഞ് പോന്നു. അതിനുശേഷം പോറ്റി എന്തൊക്കെയാണ് ചെയ്തതെന്നറിയാമോ? ഇതിനകത്തെ തൂക്കക്കുറവൊക്കെ അന്നേരം ഈ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ അവരതിലൊന്നും ഒരു ജാഗ്രതയും കാട്ടിയില്ല, അവർ മടങ്ങി. സ്വർണം പൂശിയ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ഇത് ഏൽപ്പിച്ചതിന് ശേഷം ഈ ദ്വാരപാലക ശില്പികൾ ടിയാൻ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി, ചലച്ചിത്രകാരൻ ജയറാം ഉൾപ്പെടെയുള്ളവരെ സ്മാർട്ട് ക്രിയേഷൻസിൽ വിളിച്ചു വരുത്തി ഒരു പൂജയൊക്കെ നടത്തി. തുടർന്ന് ജയറാമിന്റെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയ ശേഷം അവിടെ നിന്ന് വീണ്ടും ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്ന് ബാംഗ്ലൂരിലുള്ള അജികുമാർ എന്ന ടിയാന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ദിവസങ്ങളോളം വെക്കുകയായിരുന്നു. പിന്നീട് അവിടെ നിന്നും ബെല്ലാരിയിലുള്ള വിനോദ് ജെയിൻ എന്ന ബിസിനസ്സുകാരൻ്റെ വീട്ടിലെത്തിച്ച് ആ വിനോദ് ജെയിനെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തത് മാതൃഭൂമി ന്യൂസാണ്. ഈ വിനോദ് ജെയിൻ്റെ അടുത്തും അതുപോലെ തന്നെ അജികുമാറിൻ്റെ അടുത്തും പറഞ്ഞിരിക്കുന്നത് നിങ്ങളാണ് ഈ സ്വർണ്ണപ്പാളിയിൽ സ്വർണം പൂശി സമർപ്പിക്കുന്നതെന്നാണ്. അവരെല്ലാം ഇയാൾ പറ്റിക്കുകയായിരുന്നു. വിനോദ് ജെയിൻ എന്ന ബിസിനസ്സുകാരൻ്റെ വീട്ടിലെത്തിച്ച് അവിടെയും അയ്യപ്പ പൂജ നടത്തി. പിന്നീട് ശ്രീ അജികുമാറിൻ്റെ കാറിൽ ബാംഗ്ലൂരിൽ നിന്നും അജികുമാറിൻ്റെ വാഴകുളത്തെ വീട്ടിലെത്തിച്ച് അവിടെയുള്ള സർപ്പക്കാവിൽ വെച്ച് നാട്ടുകാരെ എല്ലാം കൂട്ടി വലിയ പൂജ നടത്തി. എൻ്റെ അമ്മോ, ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളും കൊണ്ട് ഒരു ഘോഷയാത്ര തന്നെ ആന്ധ്രയിലും കർണാടകയിലും കേരളത്തിലുമായിട്ട് തമിഴ്നാട്ടിലുമായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 നടത്തി. എന്നിട്ട് നമ്മുടെ ദേവസ്വം ബോർഡ് ഒന്നും അറിഞ്ഞില്ല. മുരാരി ബാബു അറിഞ്ഞില്ല, പത്മകുമാർ അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. ഇയാളവിടെ ഘോഷയാത്ര നടത്തി കാശുണ്ടാക്കുകയായിരുന്നു.
വാഴകുളത്തെ അവിടെ സർപ്പക്കാവിൽ വെച്ച് നാട്ടുകാരെല്ലാം വിളിച്ചുകൂട്ടി വലിയ പൂജ നടത്തി. ശേഷം ഇളമ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടെ മേൽശാന്തി ആരതി ഒഴിഞ്ഞ ശേഷം കൊണ്ടുപോവുകയും ശബരിമല സന്നിധാനത്ത് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണം പൂശിയ പാളികൾ, അതായത് 11-19 ഈ ദ്വാരപാലക ശില്പികൾ തിരിച്ച് ശബരിമല സന്നിധാനത്തെത്തി ആ ദ്വാരപാലക പ്രതിമകളിൽ സ്ഥാപിക്കുന്നത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ആ യാത്രയുടെ സുദീർഘമായ വിവരണമാണ്, ആ യാത്രാ വിവരണമാണ് ഈ രേഖയിൽ ദേവസ്വം വിജിലൻസ് കണ്ടെത്തി എഴുതിയിരിക്കുന്നത്. എന്തൊരു ക്രമക്കേട്!